60 വയസ്സിന് മുകളിൽ പ്രായമുള്ള തങ്കമ്മയ്ക്ക് ചുവരുകളിൽ പിടിക്കാതെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവൾ എല്ലാ ദിവസവും 30 മിനിറ്റ് നടക്കുമായിരുന്നു. പക്ഷെ അത് അവളെ സഹായിച്ചില്ല. എന്നാൽ 3 മാസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ പേരക്കുട്ടികളോടൊപ്പം ഹൈക്കിങ്ങിന് പോകുകയും അവരോടൊപ്പം കളിക്കാൻ വരെ തറയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. മാറ്റം വന്നത് അവൾ എത്രമാത്രം മൂവ് ചെയ്തു എന്നതല്ല, അവൾ എന്ത് ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരുന്നു. വെറും 3 വ്യായാമങ്ങൾ, 15 മിനിറ്റ്, ആഴ്ചയിൽ 3 തവണ. പതിറ്റാണ്ടുകളായി ആരും അവളോട് പറയാതിരുന്നത് ഇതാണ്. 60 വയസ്സിന് ശേഷം നടത്തം മാത്രമാണ് നിങ്ങളുടെ വ്യായാമമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ 3 നിർണായക വിടവുകൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാതെ വിടുകയാണ്. ഇന്ന് മുതൽ അവ എന്താണെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം. അടുത്ത കുറച്ച് മിനിറ്റ് എന്നോടൊപ്പം നിൽക്കൂ. കാരണം അവസാനത്തോടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ചെയ്യാവുന്ന ഒരു പൂർണ്ണ പദ്ധതി ഉണ്ടാകും. ജിമ്മിൽ പോകണ്ട, ഉപകരണങ്ങളും വേണ്ട. നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ 3-ാം നമ്പർ വ്യായാമം വരെ തുടരുക. 80 വയസ്സിൽ സ്വതന്ത്രമായി ജീവിക്കണോ വേണ്ടയോ എന്നതിനുള്ള വ്യത്യാസം അതായിരിക്കാം. ആദ്യമേ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നടത്തം അതിശയകരമാണ്, ദയവായി നടക്കുക. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ള മിക്ക ആളുകളും ഒരിക്കലും കേൾക്കാത്ത സത്യം ഇതാണ്: നടത്തം പേശികളുടെ നഷ്ടം അഥവാ മസിൽ ലോസ് തടയുന്നില്ല. 60 വയസ്സിന് ശേഷം ഓരോ 10 വർഷത്തിലും നിങ്ങളുടെ പേശികളുടെ 3% മുതൽ 8% വരെ നഷ്ടപ്പെടുന്നുണ്ട്. നടത്തം ആ ഇടിവിനെ ചെറുതായി മന്ദഗതിയിലാക്കിയേക്കാം, പക്ഷേ അത് പഴയപടിയാക്കില്ല. നടത്തം നിങ്ങളുടെ ബാലൻസിങ്ങിനെ പരിശീലിപ്പിക്കുന്നില്ല. നിങ്ങൾ പരന്നതും പ്രഡിക്റ്റബിളായ നിലത്ത് മുന്നോട്ട് നീങ്ങുന്നു. എന്നാൽ റോഡ് അരികുകളിലോ അൺഈവൻ അഥവാ അസമമായ നടപ്പാതകളിലോ ഷവറിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് നിങ്ങളെ ഇടിക്കുമ്പോഴോ വീണു പോകുന്നു. നടത്തം നിങ്ങളെ അത്തരം സാഹചര്യങ്ങൾക്ക് തയ്യാറാക്കുന്നില്ല. നടത്തം നിങ്ങളുടെ അസ്ഥികളെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ല. നിങ്ങളുടെ അസ്ഥികൾക്ക് അവയുടെ ശക്തിയും സാന്ദ്രതയും നിലനിർത്താൻ കൂടുതൽ വെല്ലുവിളിയാണ് ആവശ്യം. അതുകൊണ്ട് ബലമെന്താണ്? എല്ലാ ദിവസവും രാവിലെ വിശ്വസ്തയോടെ നടക്കുന്ന ആയിരക്കണക്കിന് പ്രായമായവർക്ക് ഇപ്പോഴും ഇടുപ്പിന് ഒടിവ്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നിശബ്ദമായി ചെറുതാകുന്ന ജീവിതങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നു. എന്നാൽ നിങ്ങൾ അതിനേക്കാൾ നല്ലത് അർഹിക്കുന്നുണ്ട്. എക്സസൈസ് നമ്പർ 1: ഹീൽ റേസസ്. ഇതാ ഒരു ലളിതമായ പരീക്ഷണം. ഒരു കസേരയുടെ പിന്നിൽ നിൽക്കുക. അതിൻ്റെ പിൻഭാഗം ലഘുവായി പിടിച്ച് കാൽവിരലുകളിൽ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് എത്രത്തോളം സ്ഥിരത തോന്നുന്നു? 60 വയസ്സിന് മുകളിലുള്ള മിക്ക ആളുകൾക്കും ദുർബലമായ ആംഗിൾസും കാൽവിരലുകളും ഉണ്ട്. വീഴ്ചകൾക്കെതിരായ നിങ്ങളുടെ ആദ്യ പ്രതിരോധ നിരയാണ് ഈ പേശികൾ. നിങ്ങൾ ഒരു വഴിത്താരയിൽ നിന്ന് ഇറങ്ങുമ്പോഴോ പുല്ലിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ട ശേഷം സ്വയം പിടിക്കുമ്പോഴോ നിങ്ങളുടെ കണങ്കാലുകൾ അഥവാ ആംഗിൾസ് കഠിനമായി പ്രവർത്തിക്കുന്നുണ്ട്. ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ലൊറേറ്റ ഡിപിയെട്രോ പറയുന്നത്, വീഴ്ച തടയുന്നതിൽ ഏറ്റവും കുറച്ചു കാണുന്ന ഘടകങ്ങളിലൊന്നാണ് കാഫ് മസിൽസിൻ്റെയും ആംഗിൾസിൻ്റെയും ശക്തി. ആ ശക്തി വളർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ഹീൽ റേസസ് എന്ന എക്സസൈസ്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങളുടെ കാലുകൾ ഇടുപ്പിൻ്റെ വീതിയിൽ അകറ്റി ഒരു ഉറപ്പുള്ള കസേരയ്ക്ക് പിന്നിൽ നിൽക്കുക. കസേരയിൽ നിങ്ങളുടെ കൈവിരലുകൾ മാത്രം വയ്ക്കുക. അത് മുറുകെ പിടിക്കരുത്. പതുക്കെ നിങ്ങളുടെ കാൽവിരലുകളിൽ എഴുന്നേൽക്കുക. 2 സെക്കൻഡ് എടുത്ത് കാൽവിരലുകൾ ഉയർത്തിയാൽ മതി. അങ്ങനെ അടുത്ത 1 സെക്കൻഡ് കാൽവിരലുകളിൽ പിടിച്ചു നിൽക്കുക. പിന്നെ അടുത്ത 3 സെക്കൻഡുകൾക്കുള്ളിൽ പതുക്കെ താഴ്ത്തുക. ആ സാവധാനത്തിലുള്ള താഴ്ത്തൽ ഘട്ടത്തിലാണ് യഥാർത്ഥ ശക്തി നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. നമ്മൾ വരുത്തുന്ന സാധാരണ തെറ്റുകൾ ഇപ്പോൾ നോക്കാം. മൂവ്മെൻറ്റിൽ തിരക്ക് കൂട്ടരുത്. നിങ്ങളുടെ കാൽമുട്ടുകൾ ലോക്ക് ചെയ്യരുത്. ബലം ഉപയോഗിച്ച് കസേരയിൽ പിടിക്കരുത്. അത് ബാലൻസിങ്ങിനെ സഹായിക്കാൻ മാത്രമുള്ളതാണ്. ഇനി ഈ എക്സസൈസിന് പ്രോഗ്രഷൻ വരുത്താൻ കഴിയും. ആദ്യത്തെ 2 ആഴ്ചകളിൽ 10 റെപ്പറ്റീഷൻസ്, 2 സെറ്റുകൾ, 2 കാലുകളും ഒരുമിച്ച് ചെയ്യുക. 3 to 4 വീക്സിൽ 12 റെപ്പറ്റീഷൻസ്, 3 സെറ്റുകൾ. 5-ാമത്തെ ആഴ്ച തൊട്ട് സിംഗിൾ ലെഗ് ഹീൽ റേസസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒറ്റക്കാലിൽ ഹീൽ ഉയർത്താൻ ശ്രമിക്കുക. ഒരു കാൽ ചെറുതായി ഉയർത്തി ഒരു സമയം ഒരു കാലിൽ വ്യായാമം ചെയ്യുക. ഇത് ആഴ്ചയിൽ 3 തവണ നിങ്ങൾ ചെയ്യുക. ഇതിന് 5 മിനിറ്റിൽ താഴെ സമയമെടുക്കത്തുള്ളൂ. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു അഭിപ്രായം ഇടുക. ഈ എക്സസൈസ് നിങ്ങളുടെ കാഫ് മസിൽസിന് ബലം നൽകുമോ ഇല്ലയോ? എക്സസൈസ് നമ്പർ 2: സീറ്റഡ് റെസിസ്റ്റൻസ് ബാൻഡ് പുൾ അപ്പാർട്ട്സ്. 60 വയസ്സിന് മുകളിലുള്ളവരെ നിങ്ങൾ നോക്കുക. വൃത്താകൃതിയിലുള്ള തോളുകൾ അഥവാ റൗണ്ടഡ് ഷോൾഡേഴ്സ്, മുന്നോട്ട് ചാഞ്ഞു നിൽക്കുന്ന തല, പുറത്ത് കൂനുമുണ്ട്. അത് വെറും വാർദ്ധക്യമല്ല.
പതിറ്റാണ്ടുകളായി ശരീരത്തെ ശരിയായ അലൈൻമെൻറ്റിലേക്ക് തിരികെ കൊണ്ടുവരുന്ന മൂവ്മെൻറ്റ്സ് നടത്താതെ ഇരിക്കുന്നതിൻ്റെ ഫലമാണ് ഇത്. തെറ്റായ പോസ്റ്റർ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളോട് ചെയ്യുന്നത്? ഇത് നിങ്ങളുടെ ശ്വാസകോശങ്ങളെ ഞെരുക്കുന്നു, നിങ്ങളെ കൂടുതൽ ആഴത്തിൽ ശ്വസിക്കാൻ നിർബന്ധിക്കുന്നു. ഇത് നിങ്ങളുടെ കഴുത്തിനും ലോവർ ബാക്കിനും ആയാസം നൽകുന്നു. ഇത് നിങ്ങളെ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ പ്രായമുള്ളതായി തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. രാവിലെ നടക്കാൻ പോകുന്നതിലൂടെ ഇത് ശരിയാക്കാൻ ഒരു മാർഗവുമില്ല. ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ഡോക്ടർ കെല്ലി സ്റ്റാററ്റ് വിശദീകരിക്കുന്നു, വൃത്താകൃതിയിലുള്ള പോസ്റ്റർ അഥവാ റൗണ്ടഡ് പോസ്റ്റർ വെറും കോസ്മെറ്റിക് അല്ല. ശ്വസനം, സന്തുലിതാവസ്ഥ, ദഹനം എന്നിവയെപ്പോലും ബാധിക്കുന്ന ഒരു ഘടനാപരമായ പ്രശ്നമാണ് ഇത്. നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ്സ് പിന്നിലേക്ക് വലിക്കുന്ന പേശികളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. അതിനുള്ള എളുപ്പ വഴികളിലൊന്ന് സീറ്റഡ് റെസിസ്റ്റൻസ് ബാൻഡ് പുൾ അപ്പാർട്സ് ആണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 2 കാലുകളും തറയിൽ പരന്ന നിലയിൽ വെച്ചുകൊണ്ട് ഒരു ഉറപ്പുള്ള കസേരയിൽ ഇരിക്കുക. 2 കൈകളും ഉപയോഗിച്ച് ഒരു റെസിസ്റ്റൻസ് ബാൻഡ് പിടിച്ച് നിങ്ങളുടെ നെഞ്ചിന് മുന്നിൽ നേരെ കൈകൾ നീട്ടുക. നിങ്ങളുടെ കൈകൾ ചിറകുകൾ പോലെ വിശാലമായി തുറക്കുന്നതുവരെ റെസിസ്റ്റൻസ് ബാൻഡ് അകറ്റി നിർത്തുക. മൂവ്മെൻറ്റിൻ്റെ അവസാനം നിങ്ങളുടെ തോളിലെ ബ്ലേഡുകൾ ഒരുമിച്ച് അഥവാ ഷോൾഡർ ബ്ലേഡ്സ് ഒരുമിച്ച് ഉറപ്പിച്ച് നിർത്തുക. 1 സെക്കൻഡ് നേരം പിടിച്ചു വയ്ക്കുക. പിന്നീട് പതുക്കെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് മടങ്ങുക. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന വിശദാംശങ്ങൾ? നിങ്ങളുടെ താടി നിരപ്പിൽ വയ്ക്കുക. നിങ്ങളുടെ തല മുന്നോട്ട് തള്ളാൻ അനുവദിക്കരുത്. നിങ്ങളുടെ തോളുകൾ താഴ്ത്തി ചെവിയിൽ നിന്ന് അകറ്റി വയ്ക്കുക. നിങ്ങളുടെ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ഇടയിലുള്ള ജോലി നിങ്ങൾക്ക് അനുഭവപ്പെടണം. അത് നിങ്ങളുടെ കഴുത്തിലല്ല അനുഭവപ്പെടേണ്ടത്. ഒരു റെസിസ്റ്റൻസ് ബാൻഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കൈകൾക്കിടയിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഡിഷ് ടവൽ ഉപയോഗിക്കുക. ചലനം ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ടവൽ ഉപയോഗിച്ചാലും പ്രയോജനം ലഭിക്കും. ഇനി ഈ വ്യായാമം പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 1 to 3 വീക്സ് 10 റെപ്പറ്റീഷൻസും 2 സെറ്റും. 4 to 6 വീക്സ് 12 റെപ്പറ്റീഷൻസും 3 സെറ്റും. 7ാമത്തെ ആഴ്ച തൊട്ട് മൂവ്മെൻറ്റ് നിങ്ങൾ മന്ദഗതിയിലാക്കുക. 3 സെക്കൻഡ് എടുത്ത് റെസിസ്റ്റൻസ് ബാൻഡ് വലിച്ചു നീട്ടുക. 2 സെക്കൻഡ് അത് പിടിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുക. തുടർന്ന് 3 സെക്കൻഡ് കൂടി എടുത്ത് തിരികെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് പതിയെ കൊണ്ടുവരിക. ഇത് ആഴ്ചയിൽ 3 തവണ ചെയ്യുക. ടെലിവിഷൻ കാണുമ്പോൾ പോലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. എക്സസൈസ് നമ്പർ 3 വാൾ പുഷ് അവേസ്. മിക്ക ആളുകളും ഒഴിവാക്കുന്ന ഒരു വ്യായാമമാണ് ഇത്. അതൊരു തെറ്റാണ്. 60 വയസ്സിന് ശേഷം അപ്പർ ബോഡിയുടെ പുഷിംഗ് സ്ട്രെങ്ത് ആണ് നിങ്ങൾക്കൊരു കസേരയിൽ നിന്നോ കിടക്കയിൽ നിന്നോ മുകളിലേക്ക് തള്ളാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് വീഴാൻ തുടങ്ങിയാൽ സ്വയം പിടിച്ചു നിൽക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. പലചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ലഗേജ് ഉയർത്താനും ഭാരമുള്ള വാതിലുകൾ തുറക്കാനുമൊക്കെ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. 2021 ഒരു പഠനത്തിൽ 65 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരുടെ അപ്പർ ബോഡിയുടെ ശക്തി കൊളസ്ട്രോളിൻ്റെ അളവിനേക്കാൾ 10 വർഷത്തെ സർവൈവലിനെ ചൂണ്ടിക്കാണിക്കുന്ന ശക്തമായ പ്രവചനമാണെന്ന് കണ്ടെത്തി. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. വാൾ പുഷ് അവേ എക്സസൈസ് പ്രധാനമായും സ്റ്റാൻഡിംഗ് പുഷപ്പുകളാണ്. തറയിൽ കൈകുത്തി നിൽക്കുന്നില്ല, കൈത്തണ്ടയിൽ ബുദ്ധിമുട്ട് ഇല്ല. കൂടാതെ ഏത് ഫിറ്റ്നസ് ലെവലിനും അവ പൂർണ്ണമായും ക്രമീകരിക്കാവുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാം? നിങ്ങളുടെ കാലുകൾ തോളിൻ്റെ വീതിയിൽ അകറ്റി ഒരു ചുമരിൽ നിന്ന് ഒരു കൈയുടെ നീളത്തിൽ നിൽക്കുക. 2 കൈപ്പത്തികളും നെഞ്ചിൻ്റെ ഉയരത്തിൽ ചുമരിനോട് ചേർന്ന് വയ്ക്കുക. നിങ്ങളുടെ ശരീരം ഒരു പലക പോലെ നിവർന്നു നിർത്തുക. നിങ്ങളുടെ കൈമുട്ടുകൾ പതുക്കെ വളച്ച് 2-3 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ നെഞ്ച് ചുമരിലേക്ക് താഴ്ത്തുക. തുടർന്ന് ഏകദേശം 2 സെക്കൻഡിനുള്ളിൽ സ്വയം സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തള്ളുക. മൂവ്മെൻറ്റിൽ നിങ്ങളുടെ കോർ സജീവമായി നിലനിർത്തുക. നിങ്ങളുടെ ഇടുപ്പ് തൂങ്ങാൻ അനുവദിക്കരുത്. സാധാരണ വരുത്തുന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഇടുപ്പിൽ വളയരുത്. നിങ്ങളുടെ ശരീരം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിലനിർത്തണം. നിങ്ങളുടെ കൈമുട്ടുകൾ വശങ്ങളിലേക്ക് നേരെ നീട്ടി വയ്ക്കരുത്. ഏകദേശം 45 ഡിഗ്രി ആംഗിളിൽ വയ്ക്കുക. തിരക്ക് കൂട്ടരുത്. മന്ദഗതിയിലുള്ള മൂവ്മെൻ്റാണ് ശക്തി വർദ്ധിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് നോക്കാം. 1 to 2 വീക്സ് 8 റെപ്പറ്റീഷൻസും 2 സെറ്റുകളും. തുടക്കമായതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ചുമരിനോട് ചേർന്ന് നിൽക്കാം. 3 to 4 വീക്സ് 10 റെപ്പറ്റീഷൻസും 2 സെറ്റുകളും. വെല്ലുവിളി വർദ്ധിപ്പിക്കാൻ ചുമരിൽ നിന്ന് അല്പം കൂടി പിന്നോട്ട് നിൽക്കുക. 5 to 6 വീക്സ് 12 റെപ്പറ്റീഷൻസും 3 സെറ്റുകളും. 7ാമത്തെ ആഴ്ച തൊട്ട് ഇതിലും വലിയ പ്രതിരോധത്തിനായി ചുമരിൽ നിന്ന് ഉറപ്പുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറാം. താഴെ ഒരു കമൻറ്റ് ഇപ്പോൾ ഇടുക. നല്ല ഫോമിൽ നിങ്ങൾക്കിപ്പോൾ എത്ര വാൾ പുഷ് അവേകൾ ചെയ്യാൻ കഴിയും? എനിക്കതറിയാൻ ആഗ്രഹമുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയ വ്യായാമങ്ങൾ.
ലളിതം, സുസ്ഥിരമായ ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടെയുള്ള എക്സസൈസസ്. തിങ്കളും വ്യാഴവും ഹീൽ റൈസസ് 10-12 റെപ്പറ്റീഷൻസിൻ്റെ 3 സെറ്റുകൾ. സീറ്റഡ് ബാൻഡ് പുള്ളപ്പാർട്സ് 10-12 റെപ്പറ്റീഷൻസിൻ്റെ 3 സെറ്റുകൾ. വോൾ പുഷവേകൾ 10 റെപ്പറ്റീഷൻസിൻ്റെ 3 സെറ്റുകൾ. മറ്റെല്ലാ ദിവസവും സിംഗിൾ ലെഗ് ബാലൻസ് പരിശീലിക്കാൻ 3 മിനിറ്റ് മാത്രം ചെലവഴിക്കുക. ഓരോ കാലിലും 20 മുതൽ 30 സെക്കൻഡ് വരെ ഒരു കാലിൽ നിൽക്കുക. 3 തവണ ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ ദൈനംദിന നടത്തവും ഇതിനോടൊപ്പം ചെയ്യുക. അവ ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും മികച്ചതാണ്. എന്നാൽ നിങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും നികത്താൻ കഴിയാത്ത 3 വിടവുകൾ ഇപ്പോൾ നിങ്ങൾ നികത്തുന്നു. ആംഗിൾസിന്റെ ശക്തി, ബെറ്റർ പോസ്ചർ, അപ്പർ ബോഡി പവർ. ആദ്യം പറഞ്ഞ തങ്കമ്മയെ ഓർക്കുന്നുണ്ടോ? അവൾ ഈ കൃത്യമായ പദ്ധതി പാലിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു, എല്ലാ ദിവസവും നടത്തം മാത്രം മതി എന്ന് ചിന്തിച്ച് ഞാൻ 40 വർഷങ്ങൾ പാഴാക്കി. ഈ 15 മിനിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയത് തിരിച്ചു നൽകി. നിങ്ങളുടെ ശരീരത്തിന് എത്ര വയസ്സുണ്ട് എന്ന പ്രശ്നമല്ല, ഏത് പ്രായത്തിലും ശരിയായ വെല്ലുവിളിയോട് ഇത് പ്രതികരിക്കുന്നു. അതിനാൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പറയാം. ഓരോ വ്യായാമത്തിൻ്റെയും 1 സെറ്റ് മാത്രം ചെയ്യുക. 1 മാത്രം. അത് സാധ്യമാണെന്ന് ആദ്യം നിങ്ങൾ സ്വയം തെളിയിക്കുക. പിന്നെ 3 കാര്യങ്ങൾ കൂടി ചെയ്യുക. ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചിരിക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള പ്രായോഗികവും ശാസ്ത്ര പിന്തുണയുള്ളതുമായ നുറുങ്ങുകൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആവശ്യമുള്ള മറ്റൊരാൾക്ക് എത്തുന്നതിന് ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ 60 വയസ്സിന് മുകളിലുള്ള ഒരാളുമായി ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അവരുടെ ജീവിതം മാറ്റാൻ കഴിയും.